ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൂന്തൽ റോസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് വളരെ ഈസി ആയി തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിതെങ്ങനെ കൂന്തൽ ക്ലീൻ ചെയ്യുന്നതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നന്നാക്കാൻ അറിയുന്നവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് കാണാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതും കൂടി ചെയ്യുന്നത്. അപ്പോൾ ഒരു കൂന്തൽ എടുത്തിട്ട് അതിൻ്റെ തലഭാഗം ഇങ്ങനെ വലിച്ചൂരി, എന്നിട്ട് ഇതിൻ്റെ കണ്ണ് ഭാഗം ഉണ്ടാവട്ടെ, അത് പൊട്ടിക്കരുത്. അത് പൊട്ടിച്ചാൽ നമ്മളെ കൈയൊക്കെ ബ്ലാക്ക് കളറായിട്ട് ആകെ ഇതാവും. അപ്പോൾ അത് പൊട്ടിക്കാതെ വേണം നമ്മൾ എടുക്കാൻ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരുന്നത്. പൊട്ടിച്ചാൽ അത് എങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനൊന്നിനി കൈ കഴുകിയിട്ട് വരാം. അപ്പോൾ പൊട്ടിക്കാതെ എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് നോക്കാം. ഏതൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ അതിൽ തട്ടാതെ ഇതിനെ മാറ്റിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ളത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ശേഷം അതിൻ്റെ അടിയിൽ നിന്നൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മുകളിൽ നിന്ന് ഇതുപോലൊരു സാധനം ഉണ്ട് കിട്ടും. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇതും എടുത്ത് കളയണം കേട്ടോ. എന്നിട്ട് കൂന്തലെടുത്തിട്ട് അതിൻ്റെ മുകളിലുള്ള തൊലിയൊക്കെ കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായി ക്ലീൻ ചെയ്യുക. ഇതിന് സെൻറ്ററൊന്നും കട്ട് ചെയ്യാതെ ഇങ്ങനെ തന്നെ ക്ലീൻ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൈ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ എടുത്ത് കളഞ്ഞ് ഇങ്ങനെ തന്നെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇതിനിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കത്രിക ഉപയോഗിച്ച് കനം കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. റൗണ്ടിൽ നേരിയതായി കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് 1/2 കിലോ കൂന്തളാണ്. അപ്പോൾ അതിലേക്കുള്ള മസാല ഞാൻ പറയാം. 3 തക്കാളി, 2 സവാള, 3 പച്ചമുളക്, 1 സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾ, 2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാല, പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് എടുക്കാം, പിന്നെ വേപ്പിനില. ഇനി നമുക്ക് തക്കാളി സവാളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ കഴുകി വെച്ച ഈ കൂന്തൽ അതിലേക്ക് ഇട്ടിട്ട് നമ്മുടെ മസാലപ്പൊടികളും സവാള തക്കാളി എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. വേപ്പിനില എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ. വെള്ളം തീരെ ചേർക്കണ്ട കേട്ടോ. ഞാൻ ആ പാത്രം ഒന്ന് കഴുകിയിട്ട് അതൊന്നൊരു സ്പൂൺ ഉണ്ടാവുള്ള ആ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാതെ തീരെ വെള്ളം ചേർക്കരുത് കേട്ടോ. ഇനി നിങ്ങൾക്ക് കുറച്ച് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുണ്ടെങ്കിൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം നന്നായി കൂട്ടി വെച്ചതിന് ശേഷം 3 വിസിൽ വന്നാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച കൂന്തൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം നന്നായി കൂട്ടി വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. ഒരു 5-10 മിനിറ്റ് വരെയൊക്കെ നമുക്ക് ഫ്ലെയിം കൂട്ടിയിട്ട് അടച്ചു വെക്കണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ളൊരു കൂന്തൽ റോസ്റ്റ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. Thank you. Thanks for watching.